പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിലിൻ്റെ വാമൊഴി സന്ദേശം. അറിവിൻ്റെ നിഴൽ. 24/2026 മൂന്നാം മൂഡ്. നായയെ അടിച്ച ആളിനെയും വെറ്റിനറി ഡോക്ടറിനെയും അറസ്റ്റ് ചെയ്യണം. നായയുടെ സ്ഥാനത്ത് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നാൽ അവർക്ക് ശിക്ഷ കൊടുക്കും. എന്നാൽ തൻ്റെ ഭവനങ്ങളിൽ വളർത്തുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല. മേലധികാരികൾ ഒന്ന് ഓർക്കണം, നായ്കൾ പോയി ആരെയും കടിക്കില്ല. ആന ആരെയും പോയി ബലാത്കാരമായി ഒന്നും ചെയ്യില്ല. അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും ആഹാരം കൊടുക്കാതെയും ഇരുന്നാൽ അവർ താങ്കളെ ഉപദ്രവിക്കും. ആനയെ കല്ലെറിയുക, കുരങ്ങന്മാരെ കല്ലെറിയുക, കയ്യിൽ കിട്ടുന്ന എന്തും എടുത്ത് വീശി എറിയുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവരുടെ ഊഴമാണ്. പിന്നെ ആന ഒരു വരവ് വരും. ആനയെ ഉപദ്രവിച്ചാൽ അവൻ്റെ അവസാനത്തെ അന്ത്യം ആണ്. എന്നുവെച്ചാൽ ഉപമ ഇപ്രകാരമാണ്: താങ്കൾ ആനയെ ഇന്ന് ഉപദ്രവിച്ചാൽ താങ്കളെ ആന 1 വർഷം കഴിഞ്ഞാൽ പോലും താങ്കൾ ആനയുടെ സമീപത്ത് കൂടെ പരിസരത്ത് എത്തിയാൽ പിന്നെ കൊന്നിരിക്കും. പിന്നെ നാട്ടുകാർ പറഞ്ഞു പരത്തും, ആനയ്ക്ക് മതം ഇളകി ആന കലഞ്ഞും ഓടും. പിന്നെ നാട്ടുകാർ പറയും, ആനയെ തളച്ചിടണം. എൻ്റെ ചങ്ങാതിമാരെ, ഒന്ന് ഓർത്താൽ നല്ലത്. താങ്കൾ വടി കൊടുത്ത് ആനയിൽ നിന്ന് അടി വാങ്ങിയ മനുഷ്യരാണ്. നായ എന്ന പദം ഉപയോഗിക്കേണ്ടതും വാക്കുകൾ ഓർമ്മിച്ച് തിരുത്താനും ഉള്ളതുമാണ്. പട്ടി എന്ന വാക്ക് തെറ്റ്. നായ് അല്ലെങ്കിൽ നായ. ഈ നായ യജമാനനെ സേവിക്കലാണ് നായയുടെ ജോലി. ഇത് ഒന്നും ഇപ്പോഴുള്ള തലമുറയ്ക്ക് അറിയില്ല. എന്നാൽ നായകൾ ഭവനങ്ങളിലെ യജമാനന്മാരെ കാവൽക്കാരനായി ഉമ്മറത്ത് കിടന്നു ഉറങ്ങും. ചെറിയ ശബ്ദം കേട്ടാൽ മനുഷ്യരെക്കാൾ അപ്പുറത്ത് നായ് ഓടിയെത്തും. കോടതി വരാന്തകളിൽ നായ കാവൽക്കാരനാണ്. രാജകീയ കൊട്ടാരങ്ങളിൽ നായ കാവൽക്കാരനാണ്. ഭവനങ്ങളിൽ നായകളെ വളർത്തുമ്പോൾ ആവശ്യം കഴിഞ്ഞ ഉടനെ തെരുവുകളിൽ വലിച്ചെറിയരുത്. നായകളെ ദേഹോപദ്രവം ചെയ്യരുത്. നായകൾ ശപിച്ചാൽ താങ്കളുടെ ഭവനം നശിച്ച് കുത്തുവാൾ എടുക്കും. ഇന്ന് അല്ലെങ്കിൽ നാളെ ശിക്ഷ ഉറപ്പാണ്. ദേവന്മാരുടെ അടുത്ത് നായ ആണ്. നായ എന്ന വാക്ക് ഒരിക്കലും പട്ടി എന്ന വാക്ക് ഒരു പേരിലും ചേർച്ചയില്ല. ഹിന്ദു വേദങ്ങളിൽ ഭട്ടി എന്ന വാക്ക് ഉണ്ട്. എന്നാൽ ഭട്ടി എന്ന വാക്കും പട്ടി എന്ന വാക്കും രണ്ടും 2 രീതിയാണ്. എന്നാൽ വേദങ്ങളിലെ വാക്ക് പട്ടി എന്ന വാക്കാണ്. ശരി ഉത്തരം. പട്ടി എന്ന വാക്ക് തെറ്റ് ആണ്. ഈ വാക്ക് ഒരു വേദത്തിലും സന്ദേശം ഇല്ല. യജമാനൻ്റെ വളർത്തു മൃഗമാണ് നായ. നായയെ ഉപദ്രവിക്കാൻ പാടില്ല. രാജഭരണ കാലഘട്ടത്ത് നായയെ ഉപദ്രവിച്ചാൽ അയാൾക്ക് ശിക്ഷ രാജാവ് കൊടുക്കും. രാജഭരണ കാലഘട്ടത്ത്
കൊടുക്കുന്ന ശിക്ഷ മേലധികാരികൾ ഈ ഡോക്ടറിനും നായയെയും അടിച്ച ആളിനും വലിയ ശിക്ഷ കൊടുക്കണം. എൻ്റെ നല്ലവരായ കൂട്ടുകാരെ, വിളയിൽ അനിലിന് 1000 നന്ദി, നമസ്കാരം.